told you, don't without him. These ain't right, who's wrong again? We've been taught. തേയുടെ ക്യാബിനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തേയ്ക്ക് ഒരു കോൾ ലഭിക്കുന്നു. ഹലോ തേയ, എളുപ്പം എന്റെ ക്യാബിനിലോട്ടോ. തേയ ജങ്കുക്കിന്റെ ക്യാബിനിലേക്ക് പോകുന്നു. എന്താ സാർ വിളിച്ചത്? ആ അത് തേയ, നമുക്കിന്നൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, അപ്പൊ അതിന് പ്രിപ്പയർ ആയിക്കോണം കേട്ടോ. എന്നാ പൊക്കോ. അങ്ങനെ തേയ ജങ്കുക്കിന്റെ ക്യാബിനിൽ നിന്ന് തേയുടെ സ്വന്തം ക്യാബിനിലേക്ക് പോകുകയായിരുന്നു. അപ്പുറത്തേക്ക് തേയെ ഒരാൾ വാളിലേക്ക് പിൻ ചെയ്യുന്നു. എന്നെ വിട് ജാക്സൺ. Taya, you know what? You look more pretty when you're in my arms. ശരി, ഞാൻ നിർത്താം. ഇപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് നിർത്താം. തേയ ജാക്സന്റെ കണ്ണുകളിലേക്ക് നോക്കി. ജാക്സൺ മെല്ലെ തേയുടെ അടുത്തേക്ക് വന്നിട്ട് കഴുത്തിൽ ഒരു ഹിക്കീസ് കൊടുക്കുന്നു. തേയ ഫുൾ ഫോഴ്സും എടുത്ത് ജാക്സനെ തള്ളാൻ നോക്കുന്നു. പക്ഷെ ഒരു പൊടി പോലും ജാക്സൺ മാറുന്നുണ്ടായിരുന്നില്ലായിരുന്നു. അല്പം നിമിഷം കഴിഞ്ഞ് ഓക്കെ, ഞാൻ നിർത്താണ്. അതാണ്ട് ഒരു ബ്യൂട്ടിഫുൾ മാർക്കായിട്ടുണ്ട്. നൗ ഐ മാർക്ക് യു ആസ് മൈൻ. ഇനി എന്ത് ചെയ്യും തേയ? അങ്ങനെ പറഞ്ഞപ്പോൾ തേയ ജാക്സനെ തള്ളിയിട്ട് ക്യാബിനിലേക്ക് പോകുന്നു. ക്യാബിനിലേക്ക് ചെന്ന് ഇരുന്ന് തുടങ്ങി തേയ്ക്ക് പിന്നെയും ഒരു കോള് കിട്ടുന്നു. തേയ പിക്ക് ചെയ്യുമ്പോൾ തേയ ഒന്നുകൂടെ എന്റെ ക്യാബിനിലോട്ട് വാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേയ കോൾ വെക്കുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേയ പിന്നെയും ജങ്കുക്കിന്റെ ക്യാബിനിലേക്ക് പോകുന്നു. എന്താ സാർ വിളിച്ചേ? അത് തേയ ദാണ്ട് ഈ ഫയൽസ് ഉണ്ടല്ലോ, അതെടുത്തോണ്ട് പോയിക്കോ. ഇതിനകത്ത് എന്തെങ്കിലും ചോദിച്ചാലങ്ങനെ എന്താ ചെയ്താലോ, ഇതിനെ പോയി പ്രിപ്പയർ ചെയ്തേക്കോ കേട്ടോ. ശരി എന്ന് പറഞ്ഞുകൊണ്ട് തേയ അവിടെ നിന്ന് പോകുന്നു. മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തേയ മീറ്റിംഗിൽ നല്ല ശ്രദ്ധ കൊടുക്കുകയായിരുന്നു. അതേസമയം ജങ്കുക്ക് തേയെ ഒന്ന് നോക്കി. തേയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു തേയുടെ കരുത്തിലെ ഒരു ഹിക്കി കണ്ടത്. തേയുടെ കരുത്തിലെ പാടുകൾ കണ്ട് ജങ്കുക്കിന്റെ കണ്ണുകൾ ചുമക്കുവാൻ തുടങ്ങുന്നു. ജങ്കുക്ക് മീറ്റിംഗ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തേയെടുത്ത് ചോദിക്കാൻ. മീറ്റിംഗ് തീരുന്നു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അതേപോലെ തന്നെ തേയും പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജങ്കുക്കിന്റെ ക്യാബിൻ കടന്ന് തേയുടെ സ്വന്തം ക്യാബിനിലേക്ക് പോകുകയായിരുന്നു തേയ. അപ്പോഴത്തേക്ക് ആരോ തേയെ ജങ്കുക്കിന്റെ ക്യാബിനിലേക്ക് വലിച്ചിട്ട് വാളിലേക്ക് പിൻ ചെയ്തു. അവർ രണ്ടുപേരും തമ്മിൽ തമ്മിൽ നോക്കുന്നു. എന്താന്ന് അറിയില്ലല്ലേ? ജാക്സൺ കൊടുത്ത ഹിക്കിയിൽ അമർത്തി തടവിക്കൊണ്ട് ജങ്കുക്ക് ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിച്ചതാ? ആ അമർത്തി തടവലിന്റെ വേദന കൊണ്ട് തേയയുടെ വായിൽ നിന്ന് ഒരു വേദനയുടെ സ്വരം മുഴങ്ങി. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ, ഇതാര് ചെയ്തതാ എന്ന്? ജാക്സന്റെ പേര് കേട്ടുടനെ ജങ്കുക്ക് തേയുടെ കഴുത്ത് മുഴുവൻ ഹിക്കീസ് നിറച്ചു. അല്പം നിമിഷത്തിനു ശേഷം ജങ്കുക്ക് നിർത്തിയിട്ട് തേയെ നോക്കി പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ ഇനി ഇത് ആവർത്തിക്കരുതെന്ന്. അപ്പോൾ തേയ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് പറഞ്ഞു,
ജാക്സനെ ഞാൻ തള്ളാൻ നോക്കിയതാ. ജാക്സൺ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. എനിക്കറിയില്ല. അത് കേട്ടതും ജങ്കുക്കിന് ഒന്നും കൂടെ ദേഷ്യമായി. ജങ്കുക്ക് വാളിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, Teya, you're mine. Only mine. You're my wife, Teya. You're just mine. You're mine to love, mine to touch, and only mine to fuck. ജങ്കുക്കിന്റെ ഈ സ്വരം കേട്ട്, ഈ കഠിനമായ സ്വരം കേട്ട് തേയ അറിയാതെ കരഞ്ഞു പോകുന്നു. ഞാൻ മറപ്പോറല്ല. ജാക്സൺ വെറുതെ എന്നെ ഫോളോ ചെയ്യുക. ഞാൻ മറപ്പോറല്ല ജങ്കുക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേയ വളരെ അധികം കരയാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ജങ്കുക്കിന് സങ്കടം തോന്നുന്നു. ജങ്കുക്ക് പെട്ടെന്ന് തേയെ ഹഗ് ചെയ്യുന്നു. പോട്ടെ പോട്ടെ, സാരമില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, സാരമില്ല. യോജുൻ, ജാക്സണിന്റെ അടുത്ത് പറ എന്റെ ക്യാബിനിലോട്ട് വരാൻ. ഓ ഓക്കെ സാർ. എന്നാ സാർ വരാൻ പറഞ്ഞേ? ഓ, അത് ജാക്സൺ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ സാർ, പ്രൊമോഷൻ എഴുതുവാണോ? ഓ, ജാക്സന്റെ നാട്ടിൽ ബോസിന്റെ വൈഫിനെ കയറി ഹിക്കീസ് കൊടുത്ത പ്രൊമോഷനാണ് കൊടുക്കുന്നേ. പക്ഷേ എന്റെ കമ്പനിയിലുണ്ടല്ലോ പ്രൊമോഷൻ അല്ല, ആ എംപ്ലോയിനുണ്ടല്ലോ അങ്ങ് ഫയർ ചെയ്ത് വിടും. അതുകൊണ്ട് തന്നെ ജാക്സൺ, യു ആർ ഫയർഡ്. ഇനി ജാക്സൺ ഈ കമ്പനിയിലേക്ക് കാല് പോലും കുത്തരുത്. ഇഫ് ഐ സീ യു അഗെയിൻ ഇൻ മൈ കമ്പനി, then you are dead. എന്നെ അറിയാലോ. പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് നാൾ ഈ കമ്പനിയിൽ തുടർന്നുകൊണ്ടിരുന്ന ഒരാളാണല്ലോ ജാക്സൺ, അല്ലേ? പക്ഷേ സാർ, ഞാനൊന്നും താൻ തേയുടെ എക്സ് ആണെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരെയും കോൺട്രാക്ട് മാരേജ് ആണെന്ന് പറഞ്ഞ് എനിക്ക് തേയെ വിശ്വാസമില്ല എന്ന് കരുതണ്ട. തന്നേക്കാൾ എനിക്ക് എന്റെ വിശ്വാസം എന്റെ കോൺട്രാക്ട് മാരേജ് കഴിഞ്ഞ് വൈഫിനോട് തന്നെയാണ്. സോ ഗെറ്റ് ഔട്ട് റൈറ്റ് നൗ. ബട്ട് സമയം ഇനി ജാക്സന് പറഞ്ഞത് മനസ്സിലാവാതെ പിടിച്ച് വലിച്ച് പുറത്തിറക്കി വിടണമെന്നുണ്ടോ? ജാക്സൺ ഒന്നും പറയാതെ കലി കൊണ്ട് ജങ്കുക്കിനെ നോക്കിക്കൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ജാക്സൺ ഇറങ്ങിപ്പോയതിനു ശേഷം ജങ്കുക്ക് കോളിൽ ആരെയോ വിളിക്കാൻ നോക്കുന്നു. അതേസമയം നമ്മുടെ തേയുടെ ക്യാബിനിൽ തേക്ക് ഒരു കോൾ വരുന്നു. ഹലോ. ആ, തേയ, എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വരാവോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് തേയ ജങ്കുക്കിന്റെ ക്യാബിനിലേക്ക് പോകുന്നു. എന്താ സാർ വിളിച്ച്? ഒന്നും പറയാതെ ജങ്കുക്ക് തേയുടെ അടുക്കലേക്ക് നീങ്ങുന്നു. തേയ ഭയം കൊണ്ട് പിറകിലോട്ട് നടക്കുന്നു. നടന്ന് ക്യാബിനിന്റെ അകത്തുള്ള ഒരു കൗച്ചിലേക്ക് തേയുടെ കാൽ മുട്ടി അവർ രണ്ടുപേരും കൗച്ചിലേക്ക് വീഴുന്നു. ഇപ്പോൾ തേയുടെ മുകളിലാണ് ജങ്കുക്ക്. അവർ രണ്ടുപേരും തമ്മിൽ നോക്കി. പെട്ടെന്ന് ജങ്കുക്കിന്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ വരുന്നു. ജങ്കുക്ക് എളുപ്പന്ന് തന്റെ ചുണ്ടിന്റെ അടിയിലുള്ള ആ മോൾ തേയെ മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടി തേയുടെ അടുത്തേക്ക് നീങ്ങിയിട്ട് തന്റെ മോൾ കാണിക്കുവാൻ തുടങ്ങുന്നു. പറഞ്ഞതുപോലെ തേനെ ആ മോൾ ജങ്കുക്കിലേക്ക് അട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നു. ആ മോൾ തേയെ വളരെ അധികം അട്രാക്ട് ചെയ്യുകയായിരുന്നു. തേ തന്റെ മാക്സിമം പിടിച്ചു നിന്നു.
പക്ഷേ എളുപ്പന്ന് തേക്ക് തേയുടെ കൺട്രോൾ വിട്ട് അറിയാതെ ജങ്കുക്കിന് ഒരു പീക്ക് നൽകുന്നു. പീക്ക് നൽകിയ ശേഷം തേയ ഭയത്തോടെ ജങ്കുക്കിനെ നോക്കുന്നു. അവർ രണ്ടുപേരും തമ്മിൽ തമ്മിൽ നോക്കുന്നു. ജങ്കുക്ക് തേയുടെ അടുത്തേക്ക് നീങ്ങി അവക്കൊരു ജങ്കുക്ക് ഞാൻ Taya, I love you. ഹലോ മിസ്സേ, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ്. അത് എനിക്കറിയാം ഈ വീഡിയോയ്ക്ക് വളരെയധികം ലെങ്ത് കുറവാണെന്ന്, പക്ഷേ ഇപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇപ്പം ഇടണ്ടെന്ന് പറഞ്ഞിരിക്കായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് എത്രയാണെന്ന് വെച്ചാൽ ലാഗ് അടിപ്പിക്കുന്നത്, പിന്നെ എനിക്കൊരു വിഷമം. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എളുപ്പം എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പം ഇനിയും നല്ലതുപോലെ ഞാൻ ഉണ്ടാക്കാം. അപ്പം ഈ ലെങ്തിലായ്മയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ ക്ഷമിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ബൈ.